ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. ഇനി സൂര്യയ്ക്കും ശിവയ്ക്കുമെല്ലാം അല്പം വിശ്രമിക്കാം. കങ്കോയുടെ ക്ഷീണം ഇതോടെ തീർന്നിരിക്കുകയാണ്. ഇന്ന് റിലീസായ പുതിയൊരു പാൻ ഇന്ത്യൻ അവതാരമാണ് പുഷ്പ 2. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പാൻ ഇന്ത്യൻ ഫിലിം എന്ന ലേബലിൽ പുറത്തിറങ്ങുന്ന സിനിമകളെല്ലാം വളരെ മോശം അനുഭവമാണ് കാഴ്ചവെക്കുന്നത്. ബോക്സ് ഓഫീസിലായാലും ക്രിട്ടിക്സിനിടയിലായാലും. അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മലങ്കൾട്ട് ഐറ്റമാണ് ഇന്നിറങ്ങിയ പുഷ്പ 2. സിനിമയുടെ ഫസ്റ്റ് പാർട്ടിന് ആദ്യം കുറച്ച് ദിവസങ്ങൾ നെഗറ്റീവ് റിവ്യൂസ് വന്നിരുന്നെങ്കിലും പിന്നീട് ബോക്സ് ഓഫീസ് വളരെ ഒരു ഹിറ്റായ ചിത്രമാണത്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് പുഷ്പ. സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് വീക്കാണെങ്കിലും മേക്കിംഗ് വളരെ മികച്ചതായിരുന്നു. നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു അതിൽ പുഷ്പയുടേത്. ഒരു വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു കൂലിപ്പണിക്കാരിൽ നിന്ന് വളരെ റിച്ചായ ഒരു സ്റ്റേജിലേക്ക് വരുന്ന അയാളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ് ആ സിനിമയിൽ കാണിച്ചത്. അത് നമുക്ക് റിലേറ്റ് ചെയ്യാനും ഒരുപാട് കണക്ട് ചെയ്യാനും പറ്റിയിരുന്നു. എന്നാൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഏറ്റവും നെഗറ്റീവായി എനിക്ക് ഫീൽ ചെയ്തത് ഈ ക്യാരക്ടേഴ്സിൻ്റെ കണ്ടിന്യൂവിറ്റി ഇല്ലായ്മയാണ്. പുഷ്പയുടെ റോളായാലും ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെ എല്ലാം ആ കണ്ടിന്യൂവിറ്റി ഇവിടെ എവിടെയോ നഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ടിലുള്ള ആ കഥാപാത്രങ്ങളുടെ സ്വഭാവമേ അല്ല ഈ ഒരു സിനിമയിൽ. ചില സിനിമകൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സിനിമ ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്ന്. പുഷ്പ 2വിൻ്റെ ഓപ്പണിംഗ് സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ചിലപ്പോൾ അപരാധമാകാൻ ചാൻസ് ഉണ്ട് എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 20 മിനിറ്റ് അസഹനീയമായിരുന്നു. വെറുതെ താനൊരു പാൻ ഇന്ത്യൻ ലെവലാണ് എന്ന് കാണിക്കുവാനായുള്ള നായകൻ്റെ ഒരു ഷോ മാത്രമായിരുന്നു അത്. അതിനൊപ്പം വളരെ മോശമായ കൊറിയോഗ്രാഫി ചെയ്ത ഫൈറ്റ് സീനുകളും. പിന്നീട് പതിയെ സിനിമ കഥയിലേക്ക് കടക്കുന്നുണ്ടെങ്കിലും ഇവിടെ സംവിധായകൻ ഉദ്ദേശിച്ചത് ഒരു KGF സ്റ്റൈൽ മേക്കിംഗ് പിടിക്കുവാനാണ്. നായകൻ ഇവിടെ അല്പം റിച്ചാണ്. അപ്പോൾ റിച്ച് ലൈഫ് സ്റ്റൈലുള്ള നായകൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡെല്ലാം എങ്ങനെയായിരിക്കും, അതാണ് സിനിമയുടെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ അത്രയ്ക്കങ്ങില്ലെങ്കിലും ആദ്യ പകുതിയിൽ ആ ഒരു പ്ലോട്ടൊക്കെ വെച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങോട്ട് പോയി. ഇൻ്റർവൽ പഞ്ചും നന്നായിരുന്നു. നമ്മളപ്പോൾ വിചാരിക്കും ഇൻ്റർവൽ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മെയിൻ കഥയിലേക്ക് സിനിമ കടക്കുമെന്നും പുതിയ ക്യാരക്ടേഴ്സ് എല്ലാം വരും എന്നൊക്കെ. പക്ഷേ രണ്ടാം പകുതി ഒന്നും പറയാനില്ല, നല്ല അസൽ ദുരന്തമായിരുന്നു. ഇതിലെനിക്ക് ഏറ്റവും മോശമായി തോന്നിയത് ഫഹദ് ഫാസിൽ ചെയ്ത കഥാപാത്രമാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാനം ആ ക്യാരക്ടർ നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഈഗോ ക്ലാഷും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുമെല്ലാം നന്നായിട്ട് കാണിച്ചു. അപ്പോൾ രണ്ടാം പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ ബേസ് ചെയ്ത് കുറച്ചുകൂടി നല്ല സീനുകൾ ഉണ്ടാകും എന്നെല്ലാം പ്രതീക്ഷിച്ചു. പക്ഷേ ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ വെറും ഒരു കോമഡി പീസായി കളഞ്ഞു. ആ ക്യാരക്ടറിനെ ഈ സിനിമയിൽ ഒന്നും ചെയ്യുവാനില്ല. ശരിക്കും ഒരു സിനിമയിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള വില്ലൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ നായകനും പവർഫുൾ ആവുള്ളൂ. പക്ഷേ ഈ സിനിമയിൽ വില്ലൻ വളരെ വീക്കായിപ്പോയി. വീക്ക് മാത്രമല്ല, ഒരു സ്റ്റേജിൽ പോലും ഈ വില്ലൻ നായകനു മേൽ ആധിപത്യം നേടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നായകനെല്ലാം വളരെ ഈസിയാണ്. നായകൻ എന്ത് ചെയ്താലും അത് സക്സസ് ആവും, കാരണം വില്ലൻ അത്രയ്ക്ക് വീക്കാണ്. ഈ സിനിമയിലെ ചില കഥാപാത്രങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ടത് രാഷ്മിക ചെയ്ത കഥാപാത്രം. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം, എപ്പോഴും നായകനെ ചുറ്റിപ്പറ്റി നടക്കുന്ന, ഒന്നും ചെയ്യാനില്ലാത്ത, സിനിമയ്ക്ക് വേണ്ടി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു രാഷ്മികയുടേത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കുറച്ചൊരു എക്സ്ട്രീം വേർഷൻ നമുക്ക് കാണാൻ കഴിയും. ചില ഡയലോഗ്സും സീൻസ് എല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും ക്രിഞ്ച് ഫീൽ വരും. എന്ത് നോക്കിയാണ് ഇവർ ഈ ഒരു സിനിമ ചൂസ് ചെയ്യുന്നത്, അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ ആനിമലിൽ കണ്ട അതേ രീതിയിലുള്ളൊരു കഥാപാത്രമാണ് ഈ സിനിമയിലും ഇവർ ചെയ്തിരിക്കുന്നത്. എപ്പോഴും നായകന് ചുറ്റും നായകൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അതിനൊപ്പം നടക്കുന്ന ഒരു കഥാപാത്രം. വേണമെങ്കിൽ ഇതിൽ കലിപ്പൻ്റെ കാന്താരി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സിനിമയിലെ ബാക്കി പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അല്ലു അർജുൻ തൻ്റെ ക്യാരക്ടർ നന്നായി തന്നെ ചെയ്തു. പക്ഷേ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ആ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ. അദ്ദേഹം ആ റോൾ നന്നായി ചെയ്തുവെങ്കിലും ആ ക്യാരക്ടറിൻ്റെ ഒരു ലൈഫ് നഷ്ടപ്പെട്ടു രണ്ടാം പാർട്ടിലേക്ക് വരുമ്പോൾ. ഫഹദ് ഫാസിലിൻ്റെ റോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല സിനിമയിൽ. ഒരു കോമഡി പീസായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല സീനുകളിലും നമുക്ക് ആവശ്യത്തിലെ രംഗണ്ണൻ്റെ ആ ഇൻഫ്ലുവൻസ് ആ കഥാപാത്രത്തിൽ കാണാൻ കഴിഞ്ഞു. ഇനി സംവിധായകൻ ആ സിനിമ റിലീസായതിനു ശേഷം ഈ ക്യാരക്ടർ അങ്ങനത്തെ രീതിയിൽ മാറ്റിയതാണോ എന്നും സംശയിക്കാം. ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ സ്കോറിംഗ് എല്ലാം അത്യാവശ്യം നന്നായിരുന്നു. സോങ്സ് ആയാലും വലിയ തരക്കേടില്ലാത്ത സോങ്സാണ്. പിന്നെ ഡബ്ബിങ്ങിൻ്റെ ചെറിയ പോരായ്മകളുണ്ട്. ഞാൻ മലയാളത്തിലാണ് കണ്ടത്, അതുകൊണ്ട് തന്നെ സോങ്സിൻ്റെ ലിറിക്സ് എല്ലാം നമുക്ക് അല്പം ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. VFX സൈഡ് വളരെ മോശമായിരുന്നു. പല സീനുകളും നമുക്ക് ശരിക്കും മനസ്സിലാവും അത് VFX ആണെന്ന്. അതുപോലെ തന്നെ ഡബ്ബിങ്ങിനും ചെറിയ പോരായ്മകളുണ്ട് ഈ സിനിമയിൽ. നമുക്കറിയാം ജിസ്ജോയ് വളരെ നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇവിടെ അല്ലു അർജുൻ യൂസ് ചെയ്യുന്നത് രായലസീമ എന്നൊരു ആക്സെൻ്റാണ്. ആ ഒരു കഥാപാത്രം ആ ഒരു സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ജിസ്ജോയ് സംസാരിക്കുന്നത് നോർമലായ രീതിയിലാണ്. നമ്മൾ ഹാപ്പിയിലും ആര്യയിലും എല്ലാം കണ്ട
അതേ അല്ലു അർജുൻ്റെ ഭാഷയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കഥാപാത്രമായി നമുക്ക് അത്രയ്ക്കങ്ങ് പൊരുത്തപ്പെടാൻ പറ്റില്ല. ഈ സിനിമയിൽ ഏറ്റവും നെഗറ്റീവായി എനിക്ക് ഫീൽ ചെയ്തത് രണ്ടാം പകുതിയാണ്. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പടം എങ്ങോട്ടോ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവെല്ല് കഴിഞ്ഞ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പടം അവസാനിച്ചു. ആ പടത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളെല്ലാം അവിടെ തീർന്നു. പിന്നെ സിനിമ വേറെ എങ്ങോട്ടോ പോവുകയാണ്. സിനിമ ഒരു ഫാമിലി ഡ്രാമയാക്കി മാറ്റാനായിട്ട് സംവിധായകൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. അവസാനം 30 മിനിറ്റെല്ലാം ഒരു ക്രിഞ്ച് ഫെസ്റ്റ് തന്നെയാണ്. അവസാനം ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. നമ്മൾ ആ ഫൈറ്റ് സീനെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് വേറൊരു ഐഡിയയും കിട്ടാനിട്ടാണോ ഇങ്ങനെ ഒരു ഫൈറ്റ് സീൻ ഇതിൽ യൂസ് ചെയ്തതെന്ന്. തിയേറ്ററിൽ എല്ലാവരും ആ സീനിൽ കൂട്ട ചിരിയായിരുന്നു. അതുപോലെ തന്നെ എന്നെ വിഷമിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഇപ്പോഴും സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും നായകന് മാസ് കാണിക്കുവാൻ വേണ്ടി മാത്രമായി സൃഷ്ടിക്കുന്നത്. ഈ സിനിമയിലുമുണ്ട് അതുപോലെ ഇഷ്ടം പോലെ സീനുകൾ. പുഷ്പയുടെ പെങ്ങളായി വരുന്നൊരു ക്യാരക്ടറുണ്ട് സിനിമയിൽ. ആ ക്യാരക്ടറെ വെച്ച് അത്യാവശ്യം ചെറിയച്ഛൻ പാസമെല്ലാം കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പുറമെ അവസാനം 30 മിനിറ്റിൽ വരുന്നൊരു ഫൈറ്റ് സീനിനെ ആ ഫൈറ്റ് സീൻ എലിവേറ്റ് ചെയ്യുവാൻ അവർ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് അത് വളരെ മോശമായിരുന്നു. നമ്മൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തൊട്ട് കാണുന്ന ഒരു സീനാണത്. ആ ഒരു ക്യാരക്ടറെ, ആ ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറേ പേർ ചേർന്ന് റേപ്പ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു. ഇത് കണ്ട് നായകൻ എല്ലാവരെയും ഇടിച്ചിടുന്നു. വളരെ ലേസിയായ ഒരു റൈറ്റിംഗ് ആണത്. വേറൊരു ഐഡിയയും ഇല്ലാഞ്ഞിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു വളരെ മോശമായ ഒരു സീൻ അവിടെ എടുത്തിരിക്കുന്നത്. നായകന് മാസ് കാണിക്കുവാൻ എപ്പോഴും ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറയണം. എന്നാൽ മാത്രമേ ആ ഒരു മാസ് സീനിന് അവിടെ ഇമ്പാക്റ്റ് ലഭിക്കുകയുള്ളൂ. ഇത് വെറും ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. ശരിക്കും ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞ്. ആകെ മൊത്തത്തിൽ കങ്കുവ ഫിലിമിൻ്റെ ക്ഷീണം മാറ്റാൻ പോയ എനിക്ക് കിട്ടിയത് അത് ഡബിൾ ഇരട്ടി ക്ഷീണമാണ്. ഇതെല്ലാം കഴിഞ്ഞ് 3.5 മണിക്കൂറിന് ശേഷം സിനിമ തീരുമ്പോൾ അവിടെ അവർ അടുത്ത പാട്ടിന് വേണ്ടിയുള്ള ടൈറ്റിൽ കാണിക്കുകയാണ്, പുഷ്പ 3. എന്തിനാണാവോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയുടെ ഇൻ്റർവെല്ലിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ അവിടെ തീർന്നു. ആ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം എങ്ങോട്ടോ പോയി. കഥയും അവിടെ അവസാനിച്ചു. പിന്നീട് അവർ എടുത്തിരിക്കുന്നത് പുതിയൊരു കഥ ബിൽഡ് ചെയ്ത് പുതിയ കഥാപാത്രങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതും അവസാനത്തോടെ തീർന്നു. അവസാനമായപ്പോൾ ഒരു മെഗാ സീരിയൽ, ഒരു കുടുംബ സീരിയൽ കണ്ടൊരു പ്രതീതിയായിരുന്നു അവിടെ ലഭിച്ചത്. അങ്ങനെ സിനിമ ഒരു ഹാപ്പി എൻഡിങ് ക്ലൈമാക്സോടെ അവസാനിച്ചപ്പോഴാണ് ഈ ഒരു പാർട്ട് 3യുടെ അനൗൺസ്മെൻറ്റ് നടത്തിയത്. ഇനി അതിനുവേണ്ടി പുതിയൊരു കഥയും പുതിയ കുറേ കഥാപാത്രങ്ങളെയും വീണ്ടും നിർമ്മിക്കേണ്ടതുണ്ട്. അതിനും ബെറ്ററായിട്ട് ഇവർക്ക് പുതിയൊരു സിനിമ ചെയ്താൽ പോരെ? എന്തിനാണ് ഇതുപോലെ അപരാധങ്ങൾ എടുക്കുവാൻ വേണ്ടി വീണ്ടും ഒരു നടൻ്റെ 3 വർഷവും ഒരു സംവിധായകൻ്റെ ഇത്രയും വിലപ്പെട്ട സമയവും കളയുന്നത്? ഈ ഒരു കഥാപാത്രം ഇവിടെ അവസാനിച്ചു. ഫസ്റ്റ് പാർട്ട് ഹിറ്റായതിൻ്റെ പേരിൽ വീണ്ടും ഇതുപോലെ സീക്വലുകൾ ഇറക്കേണ്ട കാര്യമില്ല. എന്തായാലും നിങ്ങളൊരു അല്ലു അർജുൻ ഫാനോ അല്ലെങ്കിൽ ഒരു പുഷ്പ ഫാനോ ആണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. ഇനി കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. നന്ദി, നമസ്കാരം.